തെരഞ്ഞെടുപ്പ് പ്രചരണം ശക്തമാകുന്നതിനിടെ വീടിന് മുന്നിൽ രാഷ്ട്രീയ പാർട്ടിക്ക് പ്രവേശനമില്ലെന്ന ബോർഡ് വെച്ച് മധ്യവയസ്കൻ. പുൽപ്പള്ളി സ്വദേശിയായ ജേസൺ ജോസഫാണ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. വീടിന്റെ മേൽക്കൂരയ്ക്ക് കേടുപാടുകൾ പറ്റിയപ്പോഴും അടുക്കള നിലംപൊത്തിയപ്പോഴും ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരനും തിരിഞ്ഞു നോക്കിയില്ലെന്നാണ് ജേസന്റെ പരാതി. കൂടാതെ കാർഷിക മേഖല തകർന്നിട്ടും വന്യമൃഗശല്യം രൂക്ഷമായിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇതെല്ലാമാണ് ഇത്തരമൊരു നടപടിക്ക് കാരണമെന്നും അദ്ദേഹം പറഞ്ഞു. കർഷകൻ ഇവിടെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല ഒരു രാഷ്ട്രീയ പാർട്ടി. രാഷ്ട്രീയക്കാർക്കും രാഷ്ട്രീയ പാർട്ടിക്കാർക്കും രാഷ്ട്രീയത്തിൻ്റെ അതിൻ്റെ അനുയായികളെ നടക്കുന്നവർക്കും ലക്ഷങ്ങൾ കോടികൾ മേടിച്ച് അവർ ജീവിച്ചു പോകുന്നു. ഒരു കർഷകൻ ഇവിടെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് മറ്റുള്ള കർഷകരെ ഞാൻ ഇതിനു വേണ്ടി പ്രോത്സാഹിപ്പിക്കുകയൊന്നും ചെയ്യുമല്ല. എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സമരം ഞാൻ ചെയ്യുന്നു. വേറൊന്നുമല്ല. അതായത് ഞാനിപ്പം എനിക്കിത്ര സ്ഥലമുണ്ട്, എനിക്കൊരു പെരയില്ല. ഈ പെര എന്ന് പറഞ്ഞാൽ 45 കൊല്ലമായ പെരയാണ്. ഇത് നികുതി പഞ്ചായത്ത് മേടിക്കുന്നു. ഇതുവരെ പഞ്ചായത്തിൽ നിന്ന് എൻ്റെ അടുക്കള ഇടിഞ്ഞു പോയി ഞാൻ കാണിച്ചു നിങ്ങളെ. ആ ഇടുക്കള ഇടിഞ്ഞു പോയിട്ട് ഞാൻ ടാർപ്പ വരച്ചിട്ടിരിക്കുകയാണ്. ആ ടാർപ്പ കാണാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങളോട് ചെയ്തത്. വണ്ടിയിൽ പോകുന്നത് കാണാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഗ്രീനിലേക്ക് വെച്ചിട്ടിരിക്കുന്നത്. 3 കൊല്ലമായി 10 രൂപ എനിക്ക് തന്നിട്ടില്ല. ആ ടാർപ്പനെ പൈസ എനിക്ക് സർക്കാർ തന്നിട്ടില്ല. ഈ വർഷം എൻ്റെ നിന്ന് 98 രൂപ നികുതി പൈസ എന്നെ മേടിച്ചു. പിന്നെ എന്തിനാ ഞാൻ ഈ സർക്കാരിന് വേണ്ടിയിട്ടോ ഈ രാഷ്ട്രീയത്തിന് വേണ്ടി ഞാൻ നിൽക്കുന്നത്? വീട്ടിൽ 3 വോട്ടുണ്ട്. ഇത്തവണ ചെയ്യുന്നില്ലെന്നും വോട്ടഭ്യർത്ഥിച്ച് ഒരാളും വരേണ്ടതില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പെയിന്റിംഗ് തൊഴിലാളിയായ ജെയ്സൺ ബോർഡ് സ്ഥാപിച്ച് ഒരാഴ്ച പിന്നിടുകയാണ്. പലരും ഇതറിഞ്ഞ് വിളിക്കുന്നുമുണ്ട്. രാഷ്ട്രീയ പാർട്ടിക്കാരെ കൊണ്ട് ഒരു ഗുണവും സാധാരണക്കാർക്കില്ലെന്നും വന്യമൃഗശല്യം മൂലം സ്വന്തം വീട്ടുമുറ്റത്ത് കൃഷി ഇറക്കേണ്ട അവസ്ഥയാണെന്നും അദ്ദേഹം പറയുന്നു. വന്യമൃഗശല്യവും ഈ സർക്കാരിൽ ഉണ്ടാകുന്ന പൈസ മറ്റുള്ളവർക്ക്, അതായത് ആർക്കൊക്കെ അവരുടെ കുടുംബത്തിനും മറ്റുള്ളവർക്കും വേണ്ടി മാത്രം വിനിയോഗിക്കുന്നു. കർഷകന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല, മറ്റുള്ള ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. പ്രതിഷേധിച്ചാണോ അത്? അതിനോട് പ്രതിഷേധിച്ചാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ രാഷ്ട്രീയക്കാരുടെ മക്കളും മരുമക്കളും മറ്റുള്ള മാത്രമല്ലേ മുമ്പോട്ട് പോകുന്നുള്ളൂ. ഏതെങ്കിലും കർഷകന് 10 രൂപ കിട്ടുന്നുണ്ടോ? ഒരു തെങ്ങും തൈ കർഷകൻ നട്ടുപിടിച്ചെന്ത് തെങ്ങ് ഇന്നലെ ആന പറിച്ച തെങ്ങിൻ്റെ കൈ ആ കിടക്കുന്നത്. പിന്നെ എന്തിനാ ഇവിടെ ഇവർക്ക് വേണ്ടി വോട്ട് ചെയ്യും? നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാനില്ലാത്തവർക്ക് വേണ്ടി നമ്മൾ വോട്ട് ചെയ്യേണ്ട കാര്യമില്ല.